പക്ഷേ കുട്ടിക്കുപ്പായം ഇടുന്നവരെല്ലാം നരകത്തിൽ പോവും. ഈ മുഖം വരെ മൂടി എല്ലാം കൈയും കാലും എല്ലാം അകത്ത് മൂടി വെക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. അങ്ങനെയാണെങ്കിൽ തമിഴിലും മലയാളത്തിലും ഒക്കെ കുട്ടിക്കുപ്പായിട്ട് അഭിനയിക്കുന്ന നടിമാരെല്ലാം നരകത്തിൽ പോകുമെന്നല്ലേ മാഷ് മനസ്സിലാക്കേണ്ടത്? ഇത് കർണാടകയിലെ ഒരു സ്കൂളിൽ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി അവതരിപ്പിച്ച പ്രൊജക്റ്റിൽ ആ കുട്ടി പറയുന്നതാണ്. 2 പാവകളെ കാണിക്കുന്നു. ഒരു പാവ ഫുള്ള് വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഒരു പാവ കുട്ടി വസ്ത്രം. ആ കുട്ടി വസ്ത്രം ധരിച്ച പാവയുടെ പുറത്ത് പാമ്പുകളും തേളുകളും. ആ പാവ നരകത്തിൽ പോവും. മറ്റത് എല്ലാ വസ്ത്രവും കണ്ണുവരെ മൂടിക്കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവരൊക്കെ നല്ല അലങ്കരിച്ച ചെടികളിലൊക്കെ ഇങ്ങനെ കിടത്തി അവർ ഹൂറികളുടെ അടുത്തൊക്കെ പോയി സന്തോഷിച്ച് ആപ്പിളൊക്കെ പറിച്ചു തിന്ന് മദ്യപ്പുഴയും പാൽപ്പുഴയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിയും. എന്ത് സന്ദേശമാണ് ഈ സ്കൂളിലെ ഈ കുട്ടിയെ പഠിപ്പിച്ച മദ്രസകളിൽ നിന്നാവണമല്ലോ ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തു വരുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതായത് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് വളർന്നു വരുന്ന കുട്ടികളിൽ സയൻറ്റിഫിക് ടെമ്പർ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ശാസ്ത്രബോധം നിർമ്മിക്കുന്നതിനാണ് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ ശ്രമിക്കേണ്ടത്. അത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ ഇന്ത്യ പുലർത്തുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ശാസ്ത്രബോധമുള്ള വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമാണ് അവർക്ക് ഈ ലോകത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അറിവുകൾ വളർത്താനും വികസിപ്പിക്കാനും കഴിയുള്ളൂ. ഭൗതികവാദത്തിൻ്റെ പ്രശ്നമല്ലാതെ, ആത്മീയവാദത്തിൻ്റെ ഭൗതികവാദത്തിൻ്റെ പ്രശ്നമല്ല. കുട്ടികൾ അങ്ങനെയാണ് വളർന്നു വരേണ്ടത്. എങ്കിൽ മാത്രമാണ് അവർ അന്ധവിശ്വാസമില്ലാത്ത കുട്ടികളായിട്ട് മാറിത്തീരുകയുള്ളൂ. അവർക്ക് പുതിയ ലോകത്തെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ശേഷി ഉണ്ടാവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കർണാടകത്തിലെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രദർശനം നടക്കുന്ന സമയത്താണ് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരുക്കി വിട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ജോലി എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അന്ധവിശ്വാസം സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. ആ അന്ധവിശ്വാസം അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളുമായിട്ടും വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെടുത്തി കുട്ടി കൃത്യമായി പഠിച്ചു വെച്ചിട്ടാണ് പറയുന്നത്. ബുർഖ ധരിച്ചു കഴിഞ്ഞാൽ, അതായത് കണ്ണ് മാത്രം തുറന്ന് ബാക്കി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അടച്ചു വെക്കുന്ന സമ്പ്രദായത്തെ അങ്ങനെ തന്നെ ആ സമ്പ്രദായം അതൊരു സമ്പ്രദായമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ്. അത് നിർവഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം എന്ന് കൂട്ടുകാരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ എന്ന് പറയുന്നത് പഴയ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നീ സൽപ്രവൃത്തികൾ ചെയ്താൽ നിനക്ക് സ്വർഗത്ത് പോകാം, നീ ചീത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ നിൻ്റെ വാസം എന്ന് പറയുന്നത് നരകത്തിലായിരിക്കും. പഴുതാര, തേള്, വിഷപ്പാമ്പ് ആദ്യമായ ക്ഷുദ്രജീവികൾക്ക് ഇടക്ക് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും എന്നവനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് പഴയ കാലത്തെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്ന് ഈ നമ്മളുടെ ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ് അപ്പുറത്തുള്ള ഒരു ലോകം എന്ന് പറയുന്നത് സാങ്കല്പികം മാത്രമാണ്, വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള ഒരു ലോകം മാത്രമാണ്, അതൊരു യാഥാർത്ഥ്യം അല്ല എന്ന് ഇന്നത്തെ സയൻറ്റിഫിക് ടെമ്പറുള്ള ഏത് മനുഷ്യനും, ശാസ്ത്രബോധമുള്ള ഏത് മനുഷ്യനും അറിയാവുന്നതാണ്. പക്ഷേ നമ്മളുടെ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുവെച്ചാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അവിടെയാണ് നമ്മളെ ഈ സ്വർഗവും നരകവും ഒക്കെ പഠിപ്പിക്കുകയും ആ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വലിയ ബുർഖ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ കാരണം മദ്രസകളിൽ പഠിപ്പിച്ച് വിടുന്ന തുടർച്ച മാത്രമാണ്. മദ്രസകളിലൊക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികൾ വിടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരുടെ അടുത്തേക്കും ഇതൊക്കെ നീ പോയി പഠിപ്പിക്കുന്നു പറഞ്ഞ് ആ കുട്ടിക്കൊരു ബോധമില്ല, ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ അതിനെ ഒരു ഉപകരണമാക്കുകയാണ്. മുസ്ലിം ഫണ്ടമെൻ്റലിസം മറ്റു കുട്ടികളിലേക്ക് പകർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് മുസ്ലിം ഫണ്ടമെൻ്റലിസം മാത്രമല്ല ഹിന്ദു ഫണ്ടമെൻ്റലിസം ആയാലും അത് ക്രിമിനലായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം കുട്ടികളെ അങ്ങനെയല്ല വളർത്തേണ്ടത്. കുട്ടികൾക്ക് വിശാലമായിട്ടുള്ള മനസ്സ്, വിശാലമായിട്ടുള്ള സ്വപ്നങ്ങൾ, വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അത് വളർത്താൻ പറ്റുന്ന തരത്തിലായിരിക്കണം അവരെ പാകപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനാണ് അവരുടെ മനസ്സിൻ്റെ യുക്തിബോധത്തെ, റീസണിങ് കപ്പാസിറ്റിയെ ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം അവനൊരു കൺസെപ്റ്റ് മനസ്സിലാവണം. എന്നിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൺസെപ്റ്റ് അവന് മനസ്സിലാവണമെങ്കിൽ അവൻ കൃത്യമായിട്ടും കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ പോകേണ്ടതാണ്.
അപ്പോൾ കൺസെപ്റ്റാണ് പ്രധാനപ്പെട്ടത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരികൽപ്പന എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ശരിക്കും പറഞ്ഞത്. അത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ കുട്ടിയുടെ ബോധത്തെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം. എന്നാൽ കർണാടകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ പാഠം എന്ന് പറയുന്നത് അതല്ല, മനുഷ്യ അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ ക്ഷുദ്രചിന്തകളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നതിന് മാത്രം സഹായിക്കുന്നൊരു കാര്യമാണ്. ഇതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മാത്രം സ്കൂൾ അധികൃതർ എന്ന് പറയുന്നവർ സർക്കാർ സ്കൂളുകളിൽ ഒരിക്കലും തന്നെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവദിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുകയും സമൂഹം വളരെ ജാഗ്രതയോടെ ഇത്തരം വിഷയങ്ങളെ കണക്കാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ മദ്രസകളിലെ ഇത്തരം പഠന രീതികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാക് പ്രധാനമന്ത്രി പറയുന്നത് ഈ ചാവേറുകളെല്ലാം മദ്രസകളിൽ പഠിച്ചു വരുന്നവരാണ്. ഇതുമായി സാമ്യപ്പെടുത്തിയ കാര്യം തന്നെയാണ് KT ജലീൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. ഈ ലഹരി ഉപയോഗവുമായി അല്ലെങ്കിൽ അത് വിൽപ്പനയുമായി ബന്ധപ്പെട്ടവരൊക്കെ മദ്രസകളിൽ പോയി പഠിച്ച് മതപഠനം കൂടുതൽ പഠിക്കുന്നവരാണ്. ഹിന്ദുക്കളിൽ മതപഠനം പഠിച്ചില്ലെങ്കിലും അവരാരും ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടുന്നില്ല. ഇല്ല എന്നല്ല, കൂടുതലായി ഇടപെടുന്നില്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രീതി അത് മാറ്റപ്പെടേണ്ട കാലം അതിക്രമിച്ചില്ലേ? അല്ല, മദ്രസകൾ അതേപോലെ തന്നെ അതിന് സമാനമായിട്ട് എന്താണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ, വളരെ സൺഡേ സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ ചെറിയ തോതിൽ ഹിന്ദുക്കളുടെ ഇടയിലും ഒക്കെ നടക്കുന്ന ഈ മതപഠനങ്ങൾ എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ പ്രക്രിയയായിട്ട് മാറ്റുന്നത് തടയേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാമൂഹ്യ പ്രക്രിയയായി മാറ്റിക്കഴിയുമ്പോൾ ഒരു സമൂഹത്തിൽ വരുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അത് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും പ്രാപ്തരാക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥിതിയുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ പാക് മന്ത്രിയുടെ ഒക്കെ പ്രസ്താവന എന്ന് പറയുന്നത് മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ചാവേറുകൾ നിർമ്മിക്കാനുള്ള കേന്ദ്രങ്ങളാണ് എന്ന് പറയുമ്പോൾ അതെത്ര അപകടകരമായിട്ടുള്ളതാണ്, എത്രമാത്രം സമൂഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ചാവേറുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭീകരപ്രവർത്തകരുടെ അടിസ്ഥാന കേന്ദ്രങ്ങളായി മാറുന്ന ചാവേറാവുക എന്ന് പറഞ്ഞാൽ അവൻ വെറും ഉയരണമാണ്, മനുഷ്യനല്ല. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനുഷ്യനാവുക എന്നാണ് പറയുന്നത്. കൂടുതൽ നന്മയുള്ള മനുഷ്യരെ നിർമ്മിക്കലാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് നമ്മൾ കരുതുമ്പോൾ അതിന് പകരമായിട്ട് ചാവേറുകൾ നിർമ്മിക്കലാണ് മദ്രസകളുടെ പ്രധാനപ്പെട്ട ജോലിയെന്ന് പാകിസ്ഥാനിലൊരു മന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉള്ള അപകടം നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. എന്തായാലും നമുക്ക് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യ ജനാധിപത്യ വഴിയിലൂടെ സഞ്ചരിക്കുകയും പാകിസ്ഥാൻ എന്ന് പറയുന്നത് മതവഴിയിലൂടെ സഞ്ചരിക്കുകയും മതരാഷ്ട്രമായി മാറുകയും ചെയ്തു. അതിൻ്റെ അപകടമാണ് ഈ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും ഒരു മനുഷ്യൻ ചാവേറാകാൻ പാടില്ല. ചാവേറാകുന്നവൻ യഥാർത്ഥത്തിൽ ഉപകരണമായി മാറുകയാണ് ചെയ്യുന്നത്, മനുഷ്യനല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. അവന് മനുഷ്യാഭിമുഖ്യമില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനെയും കൊല്ലുന്നതിന് അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ബോംബൊക്കെ കെട്ടിവെച്ച് വന്ന് 10-25 ആളുകൾ ഭക്ഷണം കഴിക്കുന്നിടത്തിരുന്ന് വെറുതെ പൊട്ടിത്തെറിച്ച് അവൻ ചാവുകയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെയും കൊല്ലുകയും ചെയ്യുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച, അത് ഈ ഭീകരവാദത്തിൻ്റെ അടിത്തറ തന്നെയാണ്. അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം.